കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ ദൈനംദിന പ്രവർത്തനങ്ങളെ പ്രതിസന്ധിയിലാക്കി ഡോക്ടർമാരുടെ കൂട്ട സ്ഥലമാറ്റം. 7 സീനിയർ റെസിഡന്റ് ഡോക്ടർമാരെയാണ് വയനാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് സ്ഥലം മാറ്റിയത്. വയനാട്ടിലെ ഡോക്ടർ ക്ഷാമം പരിഹരിക്കാനുള്ള താൽക്കാലിക നടപടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ രൂക്ഷമായ പ്രതിസന്ധിക്കിടയാക്കിയിരിക്കുകയാണ്. പ്രതിദിനം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനയുണ്ടായിട്ടും 1900 പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നത്. 400 രോഗികളെ നിത്യം OPയിൽ ചികിത്സിക്കുന്ന ഓർത്തോ ഡിപ്പാർട്ട്മെന്റിൽ മാത്രം പ്രൊഫസർമാരും സീനിയർ റെസിഡന്റുമാരും ഉൾപ്പെടെ 5 ഡോക്ടർമാരുടെ കുറവുണ്ട്. ജനറൽ മെഡിസിൻ, ഗൈനക്കോളജി വകുപ്പുകളിലും ഡോക്ടർമാരുടെ ക്ഷാമം രൂക്ഷമാണ്. എല്ലാ വകുപ്പ് മേധാവികളും സ്ഥലം മാറ്റത്തിനെതിരെ പ്രിൻസിപ്പലിന് കത്തു നൽകിയിട്ടുണ്ട്. എന്നാൽ 7 ഡോക്ടർമാരെ വിവിധ വകുപ്പുകളിൽ നിന്നായി വയനാട്ടിലേക്ക് മാറ്റി ഉത്തരവിറക്കിക്കഴിഞ്ഞു. മാനന്തവാടിയിൽ വനം വകുപ്പ് വാച്ചറെ ആന ചവിട്ടിക്കൊന്ന സംഭവത്തിൽ വയനാട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ക്ഷാമം ചർച്ചയായിരുന്നു. അന്ന് താൽക്കാലിക പരിഹാരമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് ചില ഡോക്ടർമാരെ 3 മാസത്തേക്ക് വയനാട്ടിലേക്ക് സ്ഥലം മാറ്റി. ഈ 3 മാസത്തിനിടെ വയനാട്ടിലെ ഒഴിവ് നികത്താൻ സർക്കാർ ഒന്നും ചെയ്തില്ല. ഇപ്പോൾ വീണ്ടും കോഴിക്കോട് നിന്ന് വയനാട്ടിലേക്ക് സ്ഥലം മാറ്റം. ചികിത്സാ പിഴവും ഡോക്ടർമാരുടെ ജോലിഭാരവും ചർച്ചയാകുന്നതിനിടെയാണ് പുതിയ തീരുമാനം. BS രഞ്ജിത്ത്, റിപ്പോർട്ടർ, കോഴിക്കോട്.